നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദുമായി ചേർന്ന് പ്രവർത്തിച്ച ഒരു സ്ത്രീ അടക്കമുള്ള 4 പേരെ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറസ്റ്റ് ചെയ്ത് വധിച്ചു. ഇറാന്റെ വടക്കൻ പ്രവിശ്യയായ ഗിലാനിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു അട്ടിമറി കേസിൽ ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ വെസ്റ്റ് അസർബൈജാനിൽ നിന്നുള്ള 4 പേരെ കോടതി ശിക്ഷിച്ചിരുന്നു. ഇവരെ വെള്ളിയാഴ്ച രാവിലെ തൂക്കിലേറ്റിയതായി ജുഡീഷ്യറിയുടെ വാർത്താ ഏജൻസിയായ മിസാനും റിപ്പോർട്ട് ചെയ്തു. വഫ ഹനാരെഹ്, അരാം ഒമാരി, റഹ്മാൻ പെർഹാസോ എന്നീ 3 പുരുഷന്മാരും നസീം നമാസി എന്ന സ്ത്രീയുമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതെന്ന് മിസാന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെയും സുരക്ഷാ താവളങ്ങളുടെയും ചിത്രങ്ങളും ലൊക്കേഷനുകളും ഇന്റർനെറ്റ് വഴി ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. IRGC ഇന്റലിജൻസ് വിഭാഗം നടത്തിയ നീക്കത്തിനൊടുവിലാണ് 4 ഏജന്റുമാരും പിടിയിലായത്. മൊഹരേബഹ് എന്ന കുറ്റത്തിനാണ് ഇവർ ശിക്ഷിക്കപ്പെട്ടതെന്ന് ഇറാൻ സർക്കാർ പറയുന്നു. അതായത് 4 സംഘം ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തതായും സയനിസ്റ്റ് ഭരണകൂടവുമായുള്ള സഹകരണം വഴി ഭൂമിയിൽ അഴിമതി നടത്തിയതായും ഇറാൻ പറഞ്ഞു. മൊസാദിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച 4 രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും താൽപര്യത്തിനുമെതിരെ സംഘടിച്ചതായും ഇറാൻ കുറ്റപ്പെടുത്തി. രഹസ്യവിവരം കണ്ടെത്താൻ ഇറാനിയൻ സുരക്ഷാ സേനയെ തട്ടിക്കൊണ്ടുപോയതിനും ഏതാനും ഏജന്റുമാരുടെ കാറുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും തീവെച്ചതിനും ഈ 4 പേർക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു. ഇതേ കേസിൽ ഉൾപ്പെട്ട മറ്റു ചിലരെ 10 വർഷം വീതം തടവിന് ശിക്ഷിച്ചതായി മിർസാൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം ലഭ്യമല്ലെന്നും വാർത്താ ഏജൻസി പറയുന്നു. ഇതിന് പിന്നാലെ ചാരവൃത്തി മുതൽ നിയമവിരുദ്ധ കടത്ത് വരെയുള്ള വിവിധ കുറ്റങ്ങളിൽ 35 പേരെ അറസ്റ്റ് ചെയ്തതായും ഇറാനിയൻ അധികൃതർ അവകാശപ്പെട്ടു. രാജ്യത്തെ 6 പ്രവിശ്യകളിലാണ് അറസ്റ്റ് നടന്നതെന്ന് പ്രസ്താവിച്ചു. ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള 1-ലധികം ഭീഷണികളെ ഒരേ സമയം ലക്ഷ്യം വെച്ചാണ് സ്വൈപ്പ് നടത്തിയതെന്ന് IRNI പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തിനുള്ളിലെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ ഇറാൻ കർശനമായ പരിശോധനകളാണ് നടത്തിവരുന്നത്. ഇറാനിലെ നുഴഞ്ഞുകയറ്റത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ഉന്നതതല കുറ്റസമ്മതങ്ങളുമായി ഈ അറസ്റ്റുകൾ ഒത്തുവരുന്നു. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെട്ട സമീപകാല സൈനിക നീക്കത്തിനിടെ മൊസാദ് ഏജൻസി ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചിരുന്നുവെന്ന് ഡയറക്ടർ ഡേവിഡ് ബർണിയ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ബർണിയ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇത് ഇറാനിയൻ പ്രദേശത്തിനുള്ളിലെ രഹസ്യ പ്രവർത്തനങ്ങളുടെ ആഴത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. നേരിട്ടുള്ള സൈനിക നടപടി സാധ്യമാക്കുന്നതിൽ ഏജൻസിയുടെ പങ്ക് ചാരമേധാവി കൂടുതൽ വിശദീകരിച്ചു. സൈന്യത്തിന് നിർണായക നീക്കങ്ങൾ രഹസ്യ സേവനം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇറാന്റെ മുക്കും മൂലയും മൊസാദിന് സുപരിചിതമാണ്. 2025 12 ദിവസം ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നപ്പോൾ ലോകം കണ്ടതാണ് മൊസാദിന്റെ ആ ചാരവലയം. ഇറാന്റെ ആകാശത്തേക്ക് കടന്നുകയറി ഇസ്രയേൽ പോർ വിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടും ടെഹ്റാനിലേക്ക് ടാങ്കറുകളിൽ സ്ഫോടക വസ്തുക്കളുമായി മൊസാദ് നുഴഞ്ഞുകയറിയിട്ടും പോലും ഇറാൻ അന്ന് അറിഞ്ഞിരുന്നില്ല. സ്ഫോടനം നടന്നതിന് ശേഷമാണ് ഇസ്രയേൽ ടെഹ്റാന്റെ കരയും ആകാശവും കീഴടക്കിയ സത്യം ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞത്. ഇറാനിൽ നിറയെ മൊസാദ് ചാരന്മാരാണ്. ഇറാൻ ഭരണകൂടത്തിലും മൊസാദ് ചാരന്മാർ. എന്തിനേറെ ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഇസ്രയേൽ ചാരനായിരുന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. മൊസാദ് മാതൃകയിൽ തങ്ങൾക്കും ഒരു രഹസ്യാന്വേഷണ സംഘം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച ഇറാന് അത് സാധ്യമാക്കി കൊടുത്തത് തന്നെ ഇസ്രയേലാണ്. ഇറാന്റെ രഹസ്യാന്വേഷണ സംഘം എവിടം വരെ ചിന്തിക്കും, ഏതറ്റം വരെ പോകുമെന്നെല്ലാം മൊസാദിന് അതുകൊണ്ട് തന്നെ കൃത്യമായി അറിയാം. ഇസ്രയേലിന്റെ കാവൽ മാലാഖ എന്നാണ് മൊസാദ് അറിയപ്പെടുന്നത്. അവരുടെ കണ്ണുവെട്ടിച്ച് ഇസ്രയേലിൽ തൊടാൻ കഴിയില്ല ശത്രുക്കൾക്ക്. ആ ചാരസംഘടനയുടെ കണ്ണുവെട്ടിച്ചാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത്. മൊസാദിന്റെ ആത്മാഭിമാനത്തിനേറ്റ അടിയായിരുന്നു അത്. മൊസാദിന്റെ തലവനായി താൻ ഇരിക്കുന്ന കാലത്ത് നടന്ന ആക്രമണം ഡേവിഡ് ഡാഡി ബർണിയയെ അസ്വസ്ഥനാക്കിയിരുന്നു. അന്നേ ഓങ്ങിവെച്ചതാണ് ബർണിയ പരമോന്നതിനുള്ള തിരിച്ചടി. മുറിവേറ്റത് തന്റെ നെഞ്ചിലാണ്. പകരം വീട്ടുമെന്ന ബർണിയയുടെ പ്രഖ്യാപനത്തോടെ എണ്ണപ്പെട്ടിരുന്നു അന്ന് ഖമനേയിയുടെ നാളുകൾ. പിന്നീട് അങ്ങോട്ട് മൊസാദ് ചാരന്മാർ ഖമനേയിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. 2021 ജൂണിൽ ബർണിയ മൊസാദ് തലപ്പത്തേക്ക് വന്നതോടെ ഇറാന്റെ നെഞ്ചിൽ റീത്ത് വെച്ചതാണ്. പിന്നീട് അങ്ങോട്ട് പശ്ചിമേഷ്യൻ സമാധാനവും സംഘർഷവും ബർണിയയുടെ വിരൽത്തുമ്പിലായി. ഇറാനും ഖമനേയിയും ബർണിയയുടെ ഒരേ ഒരു ലക്ഷ്യമായിരുന്നു. ഖമനേയിയെ വധിച്ചത് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ഒടുവിലെന്നാണ് റിപ്പോർട്ട്.
ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ ഖമേനി കൊല്ലപ്പെട്ടുവെന്ന് ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖമനേയി എവിടെയാണെന്ന് മൊസാദിന്റെ ഇന്റലിജൻസ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഒടുവിൽ തന്റെ ഓഫീസിലുണ്ടെന്ന് ഉറപ്പുവരുത്തി യാതൊരു പഴുതും നൽകാതെയായിരുന്നു ആക്രമണം. ഖമനേയിക്കോ അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ട മറ്റു നേതാക്കൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത്. ഖമനേയി അടക്കമുള്ള നേതാക്കളെ വധിച്ചത് 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചായിരുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഖമനേയിയും കൂട്ടാളികളെയും ഒന്നിച്ചു വധിക്കാനുള്ള സമയം നിരീക്ഷിച്ച് കണ്ടെത്തിയ ശേഷമായിരുന്നു ഇസ്രയേൽ US സംയുക്ത ആക്രമണം അന്ന് നടന്നത്. ഇറാന്റെ ഉന്നത സുരക്ഷാ നേതാക്കളായ പ്രമുഖർ ടെഹ്റാനിലെ 2 സ്ഥലങ്ങളിലായി യോഗം ചേർന്നത് ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയെന്നും അതിനു പിന്നാലെയാണ് അപ്രതീക്ഷിത ആക്രമണം നടന്നതെന്നും ഇസ്രയേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാന്റെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന മുതിർന്ന അംഗങ്ങളെയെല്ലാം വധിച്ചുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന IDF എക്സിലൂടെ അറിയിച്ചത്. ഇറാനിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും സുരക്ഷാ ഉപദേശകനുമായ അലി ഷംഖാനി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ മുഹമ്മദ് പാക്പൂർ, പ്രതിരോധ മന്ത്രി ആസിസ് നസീർ സാദ തുടങ്ങിയ ബുദ്ധികേന്ദ്രങ്ങളെ വധിച്ചുവെന്ന് IDF അറിയിച്ചിരുന്നു. ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഖമനേയിയെക്കുറിച്ചാണ് യാതൊരു വിവരവും ഉണ്ടാവാതിരുന്നിരുന്നത്. എന്നാൽ ഖമനേയിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അപ്പോൾ സൈന്യത്തിന് കൈമാറിക്കൊണ്ടിരുന്നു മൊസാദ്. മുൻപ് പലതവണ കൈവാക്കിന് ഖമനേയിയെ കിട്ടിയപ്പോഴും പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു മൊസാദിന്. ഇസ്രയേലും ഇറാനും തമ്മിൽ 12 ദിവസത്തെ യുദ്ധം നടന്നപ്പോൾ അന്നും ഖമനേയി ബങ്കറിലാണ് ഒളിച്ചത്. ആ ഒളിത്താവളം കണ്ടെത്തി മൊസാദ്. എന്നാൽ ഇപ്പോൾ കൊല്ലപ്പെടുത്തരുത് എന്ന് അമേരിക്ക നിർദ്ദേശിച്ചിരുന്നു. അതോടെയാണ് മൊസാദ് അല്പമൊന്ന് അടങ്ങിയത്. അന്ന് ട്രംപ് വെല്ലുവിളിച്ചത്, ഞങ്ങളുടെ റഡാറിൽ തന്നെ ഖമനേയി ഉണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കൊല്ലാം, പക്ഷെ ചെയ്യുന്നില്ല എന്നാണ്. ആണവ കരാറിൽ ഒപ്പിടില്ല, യുറേനിയം സമ്പുഷ്ടീകരണം തുടരും, മിസൈൽ പരീക്ഷണം തുടരും എന്നിങ്ങനെ ഇറാൻ കട്ടായം പറഞ്ഞതോടെ ഇനി കാത്തിരിക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേൽ ട്രംപിനോട് പറയുന്നു. പിന്നാലെ ഖമനേയിയുടെ അന്ത്യവും നമ്മൾ കണ്ടു. ഇസ്രയേൽ എന്ന രാജ്യം കത്തിക്കാൻ പ്രോക്സികളെ വളർത്തി പശ്ചിമേഷ്യയിൽ ഭീകരവാദത്തിന്റെ വിത്തു പാകിയത് ഇറാൻ തന്നെയാണ്. അതിനെ ആഴത്തിൽ വേരുറപ്പിച്ചത് ഖമനേയിയുടെ കാലത്തും. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, ഇറാഖ്, സിറിയ മിലിഷ്യകൾ ഭീകരവാദത്തിന്റെ അച്ചുതണ്ടാണ്. പ്രോക്സികളെ അടിച്ചു തീർത്ത് അതിന്റെ നട്ടെല്ലൊടിച്ചിട്ടത് ഇസ്രയേലും. പിന്നെ തിരിഞ്ഞത് ഇറാന്റെ നേർക്ക്. മൊസാദ് ഒരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല, കയറി അടിച്ച് ചിതറിക്കുകയായിരുന്നു. ഡേവിഡ് ഡാഡി ബെർണിയയുടെ നിശ്ചയദാർഢ്യമാണ് ഖമനേയി വധത്തിൽ കലാശിച്ചത്. ഒക്ടോബർ 7-ന് ഹമാസിനെ ഇറക്കി ഇറാൻ തീക്കളിയാണ് കളിച്ചത്. സാഹസത്തിന് ഇറാൻ കൊടുക്കേണ്ടി വന്ന വില ഖമനേയിയുടെ ചോര തന്നെ. ഭീകരർ ഭയക്കേണ്ടത് നെതന്യാഹുവിനെയല്ല, ഡേവിഡ് ബെർണിയെയാണ്. പിന്നീട് അങ്ങോട്ട് ശത്രുക്കൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 1139 ഇസ്രയേലികളെയാണ് ഹമാസ് 2023 ഒക്ടോബർ 7-ന് കൊന്നൊടുക്കിയത്. 251 ഇസ്രയേലികളെ ഉൾപ്പെടെ തടവിലാക്കി. ആ ചോരയ്ക്ക് മറുപടി പറയാൻ ഡേവിഡ് സടകുടഞ്ഞ് ഇറങ്ങിയപ്പോൾ പശ്ചിമേഷ്യ കത്തിയമർന്നു. ഗാസ മുച്ചൂടും മുടിച്ചുകൊണ്ടാണ് ഡേവിഡും കൂട്ടരും കളത്തിൽ നിറഞ്ഞത്. മൊസാദിന്റെ വീര്യം ചോർന്നു പോയിട്ടില്ലെന്ന് ബർണിയെ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. സുരക്ഷിതരെന്ന് അഹങ്കരിച്ച ഹമാസ് നേതാക്കളെ അവർ ഒളിച്ചിരിക്കുന്ന മടയിൽ കയറി തീർത്തു. 2024 ജൂലൈ 31-ന് ഇറാനിൽ കയറി ഖമനേയിയുടെ ചിറകനടിയിൽ നിന്ന് തൂക്കി തീർത്തുകെട്ടി. ഹനിയയുടെ ജീവനെടുത്തിട്ടും ബർണിയയുടെ ഭീകരരുടെ ചോര കുടിക്കാനുള്ള കൊതി തീർന്നിരുന്നില്ല. പിന്നീട് ലബനനിലേക്ക് തിരിഞ്ഞു. പേജറുകളിൽ സ്ഫോടനം നടത്തി അമേരിക്കയുടെ CIA പോലും ഞെട്ടിച്ചു മൊസാദ്. 3000 പേജറുകളാണ് പൊട്ടിച്ചിതറിയത്. ഹിസ്ബുള്ളകളുടെ കണ്ണും മൂക്കും ചെവിയും ചിതറിപ്പോയി. ഇസ്രയേൽ കാത്തിരിക്കൂ, സർപ്രൈസുകൾ വരുന്നുണ്ടെന്ന് വെല്ലുവിളിച്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ തലയെടുത്ത് ഇറാന്റെ കണ്ണിൽ ഭീതി നിറച്ചു. ഇപ്പോഴും ഇറാന്റെ പിന്നിൽ നിഴലായി മൊസാദ് ഒപ്പമുണ്ട്. മൊസാദ് കുറിവെച്ചാൽ അത് നടപ്പിലാക്കിയിരിക്കും. ശത്രുലോകത്തിന്റെ ഏതു കോണിൽ ഒളിച്ചാലും, അതിനി നരകത്തിൽ തന്നെ ആയാലും രക്ഷപ്പെടില്ല. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് ശത്രുക്കളെ വകവരുത്തുന്നത് അങ്ങനെയാണ്. മൊസാദിന്റെ മുൻ തലവൻ യോസി കോഹൻ സംഘടനയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അത് കേട്ടവർക്കറിയാം മൊസാദ് എന്താണെന്ന്. 2016 മുതൽ 2021 വരെ കോഹൻ മൊസാദിന് നേതൃത്വം നൽകി. ഒരു മൊസാദ് ഏജന്റ് എന്ന നിലയിൽ അറബ് ലോകത്ത് പലതവണ രഹസ്യമായി പോയി. ഓരോ തവണയും തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്ത വ്യക്തിയാണ് കോഹൻ. സ്വേർഡ് ഓഫ് ഫ്രീഡം, ഇസ്രയേൽ, മൊസാദ് ആൻഡ് ദ സീക്രട്ട് വാർ എന്നീ പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു കാര്യത്തിലും മൊസാദിന് 2ാം സ്ഥാനക്കാരാകാൻ കഴിയില്ല എന്നും കോഹൻ പറയുന്നു.
ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ശത്രുക്കളെ ക്രൂരമായി വേട്ടയാടിയത് എങ്ങനെയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കഴിഞ്ഞ വർഷം ജൂൺ 12 ദിവസത്തെ സംഘർഷത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ ആകാശം കീഴടക്കാൻ ജെറുസലേമിനെ സഹായിച്ചത് ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദ് ഏജന്റുമാരാണ്. 2018 ഏപ്രിൽ 21 കോലാലംപൂരിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് തൊട്ടുമുമ്പ് ഹമാസ് കമാൻഡറായ ഹാദി അൽബത്ഷിന്റെ അരികിൽ മോട്ടോർ സൈക്കിളിൽ വന്ന 2 പേർ 14 റൗണ്ട് വെടിയുതിർത്തിരുന്നു. കൊലയാളികൾ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷരാകുകയും ചെയ്തു. എല്ലാവർക്കും ഇത് മൊസാദ് തന്നെയാണ് ചെയ്തത് എന്നറിയാമായിരുന്നു. എങ്കിലും കൊലയാളികളെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മലേഷ്യ ഇതിനെ പ്രൊഫഷണൽ വിദേശ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. അതേ വർഷം സിറിയൻ പട്ടണമായ മസ്യാഫിൽ സിറിയയുടെ മിസൈൽ പദ്ധതിയുടെ തലവനായ അസീസ് അസ്ബറിന്റെ കാർ ഒരു സ്ഫോടനത്തിൽ തകർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഛിന്ന ഭിന്നമായി പോയി. അസ്ബർ സിറിയയുടെ മിസൈൽ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. 2020 ഓഗസ്റ്റ് 7 ടെഹ്റാനിലെ പാസ്മരൻ ജില്ലയിൽ അൽ-ഖ്വയ്ദയുടെ രണ്ടാമത്തെ നേതാവും 1998 US എംബസി ബോംബാക്രമണത്തിന്റെ ശില്പിയുമായ അബു മുഹമ്മദ് അൽ-മസ്രിയെയും വധിച്ചത് മൊസാദ് തന്നെ. ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസയുടെ വിധവയായ അദ്ദേഹത്തിന്റെ മകൾ മറിയവും കൊല്ലപ്പെട്ടിരുന്നു. ഇത് വെറും ഒരു കൊലപാതകമായിരുന്നില്ല, അതൊരു സന്ദേശമായിരുന്നു. ഇസ്രയേലിനെയോ അതിന്റെ സുഹൃത്തുക്കളെയോ ആക്രമിക്കുക ഭൂമിയിലെ ഒരിടത്തും സുരക്ഷിതമല്ല എന്നത്. ശത്രു വിജയിക്കുമെന്ന് തോന്നുന്ന നിമിഷം തന്നെ അവരെ തീർക്കുക എന്നതാണ് മൊസാദിന്റെ നയം. 2018 ജനുവരി അവസാനം ഇറാന്റെ ആണവശേഖരം ടെഹ്റാനിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. വ്യാവസായിക തെർമൽ കട്ടറുകൾ ഉപയോഗിച്ച് കൂറ്റൻ സേഫുകൾ പൊട്ടിച്ച് അരട്ടൻ രഹസ്യങ്ങളുമായി മൊസാദ് ഏജന്റുമാർ മടങ്ങി എന്നാണ് പറയുന്നത്. ഒപ്പം 50,000 പേപ്പർ രേഖകളും 55,000 ഡിജിറ്റൽ ഫയലുകളും അവർ തട്ടിയെടുത്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോഹൻ. ഇപ്പോഴും ഇറാന്റെ IRGC തലപ്പത്ത് വരെ മൊസാദ് ചാരന്മാർ ഉണ്ട് എന്നു തന്നെയാണ് വിവരം. ഇപ്പോൾ ഇസ്രയേൽ തങ്ങളുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പുതിയ തലവനായി മേജർ ജനറൽ റോമൻ ഗോഫ്മാനെയും നിയമിച്ചിട്ടുണ്ട്. ഗോഫാന്റെ വരവ് മൊസാദിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിൽ പഴയകാല നയങ്ങൾ മാറ്റിവെച്ച് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഗോഫ്മാൻ നീങ്ങിയേക്കാം. നെതന്യാഹുവിന്റെ നയങ്ങളോട് പൂർണ്ണമായും ചേർന്നു നിൽക്കുന്ന ഒരു ഇന്റലിജൻസ് ഏജൻസിയായി മൊസാദ് മാറും. റഷ്യൻ ഭാഷാ പ്രാവീണ്യവും രാജ്യാന്തര ബന്ധങ്ങളും ഇറാൻ, സിറിയ തുടങ്ങിയ മേഖലകളിൽ പുതിയ തന്ത്രങ്ങൾ മെനയാൻ അദ്ദേഹത്തെ സഹായിക്കും. ഫലത്തിൽ ഇറാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത്. അതേസമയം ഇറാന്റെ സുരക്ഷാ രഹസ്യങ്ങൾ വിദേശ ഏജൻസികൾക്ക് ചോർത്തി നൽകുന്നത് തടയാൻ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് IRGC വക്താക്കൾ അറിയിച്ചു. പ്രതികളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം നാവിക ഉപരോധം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഹോർമുസിലെ നിയമവിരുദ്ധ പോലീസിംഗ് തുടർന്നാൽ US പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ വന്നെത്തുമെന്നാണ് പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയിയുടെ ഉപദേശകൻ മുഹ്സിൻ റിസായി മുന്നറിയിപ്പ് നൽകിയത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനെ ഉദ്ധരിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസ് മാത്രമല്ല, ചെങ്കടൽ മുഖേനയുള്ള ചരക്കുകടത്തും തടയുമെന്ന് IRGC ഇന്നലെ താക്കീത് ചെയ്തിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.